तस्मै श्री गुरवे नमः। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सहगण ललिता श्री विशाखान्वितांश्च पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताका स्वामिन् इति नामिने। नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ഇന്ന് നമ്മൾ 23-ാമത്തെ ശ്ലോകം 22-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അനന്യ ഭക്തിയെ കുറിച്ചിട്ടാണ് ഇല്ലേ. അതിനൊരു കഥയും നമ്മൾ അർജുനാചാര്യരുടെ കഥയും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഭഗവാനോട് അനന്യ ഭക്തി, അതായത് ഭഗവാനെ അല്ലാതെ വേറെ ആരെയും പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുക, അതാണ് നമ്മൾ ഈ ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ബംഗാളിയിൽ ഒരു ചൊല്ലുണ്ട്, മാരേ കൃഷ്ണ രാഖേക്ക് രാഖേ കൃഷ്ണ മാരേക്ക്. അതായത് ഭഗവാൻ ഒരാളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ ഭഗവാൻ രക്ഷിച്ചിരിക്കും, വേറെ ആർക്കും ആ വ്യക്തിയെ വധിക്കാൻ സാധിക്കില്ല. അതേസമയം ഭഗവാൻ ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാല് കൊന്നിരിക്കും, ആർക്കും ആ വ്യക്തിയെ രക്ഷിക്കാന് സാധിക്കില്ല. അപ്പം എന്തിനും നമ്മള് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കണം, അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേവീദേവന്മാരുടെ ആരാധനയെ കുറിച്ചിട്ടാണ്. യേ അപ്യന്യ ദേവത ഭക്ത യജന്തേ ശ്രദ്ധയാന്വിതാഃ തേ അപി മാമേവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മറ്റു ദേവീദേവന്മാരെ ആരാധിക്കുന്നത് അവിധിപൂർവകമാണ് എന്ന് ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്, കുന്തിപുത്ര. എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. 7-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട് ദേവീദേവന്മാരുടെ ആരാധന എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട് ഭഗവാന്റെ ആരാധന തന്നെയാണ് എന്ന്. കാരണം എന്താണ്? ദേവീദേവന്മാര് ഭഗവാന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്, അംഗങ്ങളാണ്. പിന്നെ പറയുന്നു ഇവിടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട് ദേവന്മാരെ ആരാധിക്കുന്നവർക്ക് ബുദ്ധി കുറവാണ് എന്ന് പറയുന്നുണ്ട്. ആ ബുദ്ധി കുറഞ്ഞത് കൊണ്ടാണ് അവരെ
മറ്റു ദേവീ ദേവന്മാരുടെ പിന്നാലെ പോകുന്നത്. കാരണം ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിവിശേഷം അവർക്കില്ല. പക്ഷെ അവരുടെ ആരാധനയും പരോക്ഷമായിട്ട് ഭഗവാനിൽ തന്നെയാണ് എത്തുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്നു, ഇല്ല, അല്ലാതെ ഇലയിലോ മരത്തിന്റെ കൊമ്പിലോ ആണോ വെള്ളം ഒഴിക്കുക? ചുവട്ടിൽ വെള്ളം ഒഴിച്ചാൽ അത് വൃക്ഷത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാല് എല്ലാ ദേവീ ദേവന്മാരും അതുകൊണ്ട് സംതൃപ്തരാകും. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങള് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നുണ്ട്, ഇല്ലേ? അതേപോലെയാണ് ഭഗവാന്റെ ആരാധന എന്ന് പറയുന്നത്. അതുപോലെ ശ്രീല പ്രഭാതരുടെ വേറെ ഉദാഹരണം പറയുന്നുണ്ട്. പിന്നെ ഭരണകൂടത്തിന്റെ, നമ്മളിപ്പോ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഇല്ലേ? അപ്പൊ സമൂഹത്തിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതാണ്. അപ്പം എല്ലാം ഇങ്ങനെ നോക്കിയാലും നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പ്രീണിപ്പിക്കേണ്ടത്, അതായത് സന്തോഷിപ്പിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ദേവീ ദേവന്മാർ എന്ന് പറയുന്നത്. അതായത് ഓരോ വകുപ്പുകൾ, നമ്മുടെ ഇവിടെ ഭരണകൂടം പോലെ ഒരു ഭരണകൂടമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റേതും. ഇവിടെ നമുക്കറിയാം, ജലത്തിന് ഒരു ജലവകുപ്പിന് മന്ത്രിയുണ്ട്, ഇല്ലേ? വിദ്യുത് ശക്തിക്കുണ്ട് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അതേപോലെ ഓരോ വിഭാഗങ്ങളിലെ തലവന്മാരാണ് ഓരോ ദേവീ ദേവന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ തന്നെ ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ട് ഇവരെല്ലാം തന്നെ സംതൃപ്തരാകുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ദേവാരാധന ഭഗവാന് അംഗീകരിക്കുന്നില്ല, ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഭൗതികതയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഈ ദേവി ദേവന്മാരുടെ ആരാധന കൊണ്ട് സാധിക്കില്ല. അത് ഭഗവാനെ ആരാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭവസാഗരം കടക്കാന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പം ദേവീ ദേവന്മാരെ ആരാധിച്ചില്ല എന്ന് വെച്ചിട്ട് കൃഷ്ണാവബോധത്തിലുള്ളവർക്കെല്ലാം ഭഗവാന്റെ ആരാധന ചെയ്യുന്നത് കൊണ്ടും ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് കൊണ്ടും എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അപ്പം നമ്മിൽ നിന്ന് ഭഗവാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഭഗവാൻ പറയുന്നുണ്ട്, മറ്റു ദേവീ ദേവന്മാർക്ക് പൂജ നടത്തുമ്പോൾ ഭഗവാൻ അവരെന്താ ചെയ്യുന്നത്? അവര് ആ പ്രസാദം ഭഗവാൻ ഓഫർ ചെയ്യുക ചെയ്യുന്നത്. ആ ഭോഗം നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യുന്ന മാതിരി ദേവീ ദേവന്മാര് ആ പൂജ ഭഗവാൻ ഓഫർ ചെയ്തിട്ട് ഭഗവാന്റെ പ്രസാദം അവര് സ്വീകരിച്ചിട്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. അപ്പൊ പിന്നെ ഭഗവാനെ നേരിട്ട് ആരാധിച്ചാൽ പോരെ? അതായത് ഇങ്ങനെ മൂക്കിൽ തൊടുന്നതിന് പകരം ഇങ്ങനെ മൂക്കിൽ തൊടുക, അതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് ആരാധിക്കുക, അതാണ് വേണ്ടുന്നത്. ദേവാരാധന ചെയ്യുന്നവര് തമോ ഗുണികളാണ്, തമോ ഗുണത്തിൽപ്പെട്ടവരാണ് ദേവീ ദേവന്മാരെ ആരാധിക്കുന്നത്, അവരുടെ ആ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങള് സാധിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു തരത്തിലും ഭഗവാന് ദേവീ ദേവന്മാരുടെ ആരാധനയെ അനുകൂലിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവരെ നിന്ദിക്കണം എന്നല്ല, അവരെ വന്ദിക്കണം. പക്ഷെ അവർക്ക് വേണ്ടി പ്രത്യേകം പൂജകള് ചെയ്യാൻ പാടില്ല എന്നാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഭാഗവത സപ്താഹത്തിന്റെ കാലമാണ്, അല്ലെ? അപ്പൊ അവിടൊക്കെ എന്തുണ്ട്? അന്നദാനം ഉണ്ട്. ഈ അന്നദാനം അവരെങ്ങനെയാണ്? അവര് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അതേപടി അവിടെ വരുന്നവർക്ക് കൊടുക്കുക ചെയ്യുക. പക്ഷെ ഇത് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിലോ ഭഗവാന്റെ മേഴ്സി അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും. പക്ഷെ ഇതൊന്നും ആരും ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കാതെ മറ്റു ദേവീ ദേവന്മാരെ ആരാധിക്കുന്നതാണ് ഇവിടെ അവിധിപൂർവകം എന്ന് പറയുന്നത്. അത് ശരിയായ രീതിയല്ല എന്നാണ് ഭഗവാൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. അഹം ഹി സർവയജ്ഞാനാം ഭോക്താച പ്രഭുരേവച നതു മാം അഭിജാനന്തി തത്വേനാതശ്ചവന്തിതേ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഭോക്താരം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തിമിച്ഛതി. അതായത് എല്ലാത്തിന്റെയും ഭോക്താവ് ആരാണ്? ഭഗവാൻ തന്നെയാണ്. നിയന്താവ് ആരാണ്? ഭഗവാൻ തന്നെയാണ്.
ആസ്വാദകനും ആരാണ്? ഭഗവാൻ തന്നെയാണ്, ഇല്ലേ? ഭഗവാൻ സർവവ്യാപിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ ആ ദിവ്യ സ്വഭാവത്തെ പറ്റി മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവര് തീർച്ചയായിട്ടും അധപ്പതിക്കുമെന്ന് ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിന്റെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാവരുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പം നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളില് വിവിധ യജ്ഞങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഭഗവാനെ പ്രീതിപ്പെടുത്താന് ഈ കർമ്മങ്ങളൊന്നും കൊണ്ട് നമുക്ക് സാധിക്കില്ല. അതിന് യജ്ഞം, അതായത് വിഷ്ണുവിനുള്ള യജ്ഞം ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ യജ്ഞം ചെയ്യുന്നത് എന്തിനു വേണ്ടി ചെയ്യണം? ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ യജ്ഞങ്ങളും മറ്റെല്ലാ പ്രവൃത്തികളും ചെയ്യണം. അപ്പം നമ്മളെല്ലാം ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, ഇല്ലേ? അപ്പൊ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുക? ഈ ദുർഗയുടെ അടുത്തോ അല്ലെങ്കിൽ കാളിയുടെ അടുത്തോ മഹാദേവന്റെ അടുത്തോ അല്ല പോകേണ്ടത്, ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഭഗവാൻ നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് നമുക്കതിന് യോഗ്യതയുണ്ടെങ്കിൽ നമ്മളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഭഗവാൻ നമ്മളുടെ ആഗ്രഹങ്ങള് പൂർത്തീകരിച്ച് തരും. ഭഗവാനോട് പ്രാർത്ഥിച്ചില്ല എങ്കിലും അപേക്ഷിച്ചില്ല എങ്കിലും തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അതാണ് മനസ്സിലാക്കിയത്. നമ്മളൊക്കെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ഭഗവാനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഭഗവാനോട് ഒന്നും തന്നെ നമ്മൾ ആവശ്യപ്പെടില്ല. ഭഗവാനറിയാം ഓരോരുത്തർക്ക് എത്രയ്ക്ക് അർഹതയുണ്ട്, അതിനനുസരിച്ചിട്ടുള്ളത് ഭഗവാൻ നമുക്ക് തന്നിരിക്കും. അതില് യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ നമ്മൾ അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇത്രയേ ഉള്ളൂ യോഗ്യത. നമുക്ക് യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടല്ല, അതിലും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ സമാധാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മള് പോരായ്മകളെ കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിക്കുക അല്ല ചെയ്യേണ്ടത്. നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഭഗവാൻ നമുക്ക് തരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. തികഞ്ഞ ഭക്തിക്ക് അനുയോജ്യമല്ലെങ്കിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നത് ഭഗവാൻ സാധിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അപ്പം കൃഷ്ണാവബോധം എന്നാൽ എന്താണ്? പരമപുരുഷനുമായിട്ട് നമുക്കുള്ള ബന്ധത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയാണ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആ കൃഷ്ണാവബോധ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഭഗവാനെ കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്നതാണ് നേരിട്ടുള്ള ഭക്തിയോഗ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം ഭഗവാനെ നമ്മള് സേവനം ചെയ്യണം. ഭക്തിപൂർവമായിട്ട് ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് മാത്രമേ ഭഗവാന് സന്തുഷ്ടനാവുകയുള്ളൂ. അതായത് ഭക്തി യോഗത്തിൽ കൂടിയുള്ള ഭക്തിയുടെ സേവനം, അതാണ് ഭഗവാന് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? നമുക്ക് സമാധാനം വേണം ജീവിതത്തിൽ, ഇല്ലേ? ശാന്തി വേണം. എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. ആ ശാന്തി നമുക്ക് എങ്ങനെ കിട്ടും? ഭഗവാനിൽ കൂടി നമുക്ക് ആ ശാന്തി ലഭിക്കാൻ, അതായത് ഭക്തിയുടെ സേവനത്തിൽ കൂടി ഭഗവാനെ ആരാധിക്കുമ്പോൾ നമുക്ക് ആ ശാന്തി നേടിയെടുക്കാന് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മള് ശാസ്ത്രങ്ങൾ പഠിക്കണം, തിരുനാമം ജപിക്കണം, ഭഗവാന് സേവനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയുകയുള്ളൂ. ആ പരമമായിട്ടുള്ള ശാന്തി നേടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദരെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, മാനവിക സാമൂഹിക രീതിയുടെ തികവുറ്റ രൂപം, അതായത് വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അതായത് വർണ്ണാശ്രമ സിസ്റ്റം കൊണ്ടുവന്നത് ഭഗവാനാണ്, ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തില് അച്ചടക്കം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പൊ സമൂഹത്തിൽ അച്ചടക്കം വന്നു കഴിഞ്ഞാല് ആൾക്കാർ എല്ലാവരും തന്നെ, ജനങ്ങൾ എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു താല്പര്യം എല്ലാവരിലും ഉണ്ടാകും. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ആധ്യാത്മികമായിട്ട് മുന്നേറാനും പരിശ്രമിക്കും. അങ്ങനെ എല്ലാവർക്കും ഭഗവത് പ്രാപ്തി ഉറപ്പാക്കാം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഭഗവാൻ ഈ വർണ്ണാശ്രമ സമ്പ്രദായമൊക്കെ നടപ്പിലാക്കിയത്. പക്ഷെ ഇന്ന് അതിന്റെ പേരില് എല്ലാവരും തമ്മിൽ തല്ലുകയാണ് ചെയ്യുന്നത്. ഞാനാണ് കേമൻ, മറ്റുള്ളവർ വളരെ മോശക്കാരാണ് എന്നാണ്
ജാതി തിരിച്ചുള്ള വേർതിരിവും ഇന്ന് ധാരാളമുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്തെന്ന് ശരിയായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം 25. യാന്തി ദേവവൃത ദേവാൻ പിതൃൻ യാന്തി പിതൃവൃത ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മധ്യാജിനോപിമാം. ഇവിടെ പറയുന്നുണ്ട്, ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരോടൊപ്പം ജനിക്കും, പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും. ഭൂതപ്രേതാദികൾ ഉപാസിക്കുന്നവരാണെങ്കിലോ അവരോടൊപ്പമാവും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. അപ്പം ഓരോ ദേവി ദേവന്മാരെയും മറ്റുള്ളവരെയും ആരാധിക്കുന്നത് കൊണ്ട് എന്തു ഫലമാണ് കിട്ടുക എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മളെ ഭഗവാന് മനസ്സിലാക്കുന്നത്. ദേവന്മാരെ ആരാധിക്കുന്നവർ അതാത് ലോകങ്ങളിലേക്ക് പോകും. ഇപ്പൊ മഹാദേവനെ ആരാധിക്കുന്നവരാണെങ്കിൽ മഹാദേവന്റെ ലോകമായ കൈലാസത്തിലെ മഹാദേവന്റെ ഭൂതഗണങ്ങളായിട്ട് അവിടെ ജീവിക്കാൻ അവർക്ക് സാധിക്കും. മറ്റേ ദേവി ഭഗവതി അല്ലെങ്കിൽ ദുർഗയെ ആരാധിക്കുകയാണെങ്കിൽ ദുർഗയുടെ ധാമത്തിലേക്ക് പോയി ദുർഗയുടെ സേവകരായിട്ട് അവിടെ കഴിയും. അങ്ങനെ ഓരോരുത്തരെയും ഓരോ ദേവി ദേവന്മാരെയും പിതൃക്കളെ ആരാധിക്കുന്നവരോ പിതൃലോകത്തിലേക്ക് പോകും. പക്ഷെ ഇതുകൊണ്ടൊന്നും ആർക്കും ഭഗവത് സാക്ഷാത്കാരം കിട്ടില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഓരോ ദേവി ദേവന്മാരുടെ ആരാധനയിലൂടെയും അത് ശക്തമായിട്ട് ആരാധിക്കുകയാണെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവരുടെ ലോകങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പിന്നെയും എന്തു ചെയ്യും? ആ പുണ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന് ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് വീണ്ടും ഉഴറേണ്ടി വരും. പക്ഷെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാലോ നമുക്ക് തിരിച്ചു വരവില്ലാത്ത ഒരു ലോകത്തിലേക്ക് പോകാന് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എന്നെ സേവിക്കൂ, എന്നിൽ ശരണാഗതി അടയൂ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, പിന്നെ നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് ഭഗവാൻ നമ്മളെ വീണ്ടും വീണ്ടും ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു വീടിന് തീ പിടിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ അതിനകത്ത് തന്നെയാണോ ഇരിക്കുക? അല്ല, പുറത്തേക്ക് കടക്കാൻ നോക്കും, ഇല്ലേ? ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പുറത്ത് ചാടാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നതും ഈ ദാവാഗ്നിയാണ്. അപ്പൊ ഈ ദാവാഗ്നിയിൽപ്പെട്ട് ഉഴറാതെ നമ്മൾ ഇതിൽ നിന്നും ഭഗവത് ആരാധന ചെയ്ത് നമ്മൾ ഈ ദാവാഗ്നിയിൽ നിന്നും പുറത്ത് കടക്കണം. അതിന് നമുക്ക് എന്ത് വേണം? സാധുശാസ്ത്ര ഗുരു, ഈ 3 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തില് ഉണ്ടാവണം. നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് ഭക്തിയുടെ സേവനത്തിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഈ സാധുശാസ്ത്ര ഗുരു, ഈ 3 വാക്കുകൾ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഈ 3ന്റെ സഹായം കൂടാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടാന് സാധിക്കില്ല. ഇവിടെ പറയുന്നുണ്ട്, ഭഗവത് ഉപാസനയിൽ മാത്രം താല്പര്യമുള്ള ശുദ്ധഭക്തൻ വൈകുണ്ഠ ലോകങ്ങളും കൃഷ്ണലോകവും പ്രാപിക്കുമെന്നതില് സംശയമില്ല. ദേവോപാസന കൊണ്ട് അവർക്ക് സ്വർഗലോകങ്ങളിൽ അല്ലെങ്കിൽ പിതൃപൂജ കൊണ്ട് പിതൃലോകങ്ങളിലും, ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നവരെ പിശാചുക്കളുടെ ലോകങ്ങളിലും എത്തുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ശുദ്ധഭക്തന് എന്തുകൊണ്ട് പരമപദം പോകില്ല, ഭഗവത് പ്രാപ്തി കിട്ടില്ല? തീർച്ചയായിട്ടും ശുദ്ധഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത് ധാമത്തില് എത്തിച്ചേർന്ന ഭഗവാന് നേരിട്ട് സേവനം ചെയ്യാനുള്ള അവസരം എന്നെന്നുമായിട്ട് ആ ഭക്തൻ അവിടെ ലഭിക്കും. അപ്പം ഈ ശ്ലോകം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതിൽ കൂടി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ കൃഷ്ണനും വിഷ്ണുവും വാഴുന്ന അത്യുത്കൃഷ്ട ഗ്രഹങ്ങളെ പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവര് ആ ഗോലോകധാമം, അതാണ് ഭഗവാന്റെ സ്ഥായിയായിട്ടുള്ള ധാമം, അവിടെയാണ് ഭഗവാൻ വസിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അറിയാത്തത് എന്തുകൊണ്ടാണ്? അവരതിനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ തിരുനാമം ജപിക്കൂ, കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലേക്ക് വരൂ, സത്സംഗത്തിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞാല് ആർക്കും താല്പര്യമില്ല. അവര് പറയും, ഞങ്ങൾക്ക് സമയമില്ല, സമയമാവട്ടെ ഞങ്ങൾ വരാം, ഞങ്ങൾക്കിപ്പൊ അതിനുള്ള പ്രായമല്ല. പക്ഷെ നമുക്ക് മരണം എപ്പോഴാ വരിക എന്നറിയില്ല. ഏത് നിമിഷവും ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. സദാസമയം നമ്മളെ കൃഷ്ണാവബോധത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പം മരണം വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് ഇതിനായിട്ടൊരു സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കൃഷ്ണാവബോധം പരിശീലിക്കാം. അതിനനുസരിച്ചിട്ടുള്ള രീതിയാണ് നമുക്ക് ശ്രീല പ്രഭുപാദര് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് നമ്മളുടെ മനസ്സ് വേണം, നമുക്കതിന് താല്പര്യവും ആഗ്രഹവും വേണം. എങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇതില് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണതയിൽ എത്തിച്ച് സ്വഭവനമായ ഭഗവത് ധാമത്തിൽ വീണ്ടും ചെന്നു ചേരാൻ കഴിയുമെന്ന വിശിഷ്ട വിജ്ഞാനത്തിന്റെ സാർവത്രിക പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണ അവബോധ പ്രസ്ഥാനം പരിശ്രമിക്കുന്നത്. അപ്പം എല്ലാവരും തന്നെ ഈ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുക. ഇതില് ചേർന്ന് തിരുനാമം ജപിക്കുകയും സത്സംഗത്തിലൂടെയും ഭക്തിയുടെ സേവനത്തിലൂടെയും നമുക്ക് തിരിച്ചു വരവില്ലാത്ത ഒരു ലോകത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മളുടെ ആത്മാവിനെ എത്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇല്ലെങ്കിലോ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഇവിടുത്തെ കഷ്ടപ്പാടുകളിൽ നമുക്ക് കിടന്ന് പാടുപെടേണ്ടി വരും. നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു കിടക്കാന് സാധിക്കാത്ത വിധം നമ്മൾ ഇതില് കുടുങ്ങിപ്പോകും. അതുകൊണ്ട് ഇതൊരു സുവർണാവസരമാണ്. ഈ അവസരം നമ്മൾ പാഴാക്കാതെ എല്ലാവരും തന്നെ ഇതിലേക്ക് വരാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചൊല്ലാറുണ്ട് ഇല്ലേ രാവിലെ, സംസാര ദാവാനല ലീഢലോകെ. നമ്മളെല്ലാവരും സംസാരമാകുന്ന ദാവാഗ്നിയിൽ പെട്ടിരിക്കുകയാണ്. ആ ദാവാഗ്നി നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും? അതിനാണ് സാധു, ശാസ്ത്ര, ഗുരു, ഈ മൂന്നിനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ഈ ഭൗതികമാകുന്ന ഈ ദാവാഗ്നിയിൽ നിന്ന് നമുക്ക് ഗുരുവിന്റെ, ആധ്യാത്മിക ഗുരുവിന്റെ സഹായത്തോടെ ഇതിന് പുറത്ത് നമുക്ക് കടക്കാന് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതായത് ഈ ഭവസാഗരം ആകുന്ന ഒരു ബോട്ടാണ്. ഇത് ബോട്ടിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീല പ്രഭുപാദരാണ്. അപ്പൊ ശ്രീല പ്രഭുപാദരാകുന്ന ബോട്ടിൽ നമ്മൾ കയറിയിരുന്നാൽ, ഭവസാഗരമല്ല, കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഒരു തോണിയാണ്, ഒരു ബോട്ടാണ്. അതിന്റെ നായകനാണ് ശ്രീല പ്രഭുപാദർ. അപ്പം ശ്രീല പ്രഭുപാദർ തുഴയുന്ന ബോട്ടിൽ നമ്മൾ കയറിയിരുന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മളുടെ ഗുരു, നമ്മളുടെ ശിക്ഷാഗുരുവാണ്, പ്രീ എമിനന്റ് ശിക്ഷാഗുരുവാണ് ശ്രീല പ്രഭുപാദർ. ആ പ്രഭുപാദരുടെ ആ തൃപ്പാദങ്ങളെ നമ്മളുടെ ആധ്യാത്മിക ഗുരുവിന്റെയും തൃപ്പാദങ്ങളെ നമ്മൾ പരിപൂർണമായിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവത് പ്രാപ്തി, ഭഗവാന്റെ ധാമത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും കൃഷ്ണാവബോധം വിട്ടു പോകുകയരുത്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വരും, ഭഗവാൻ നമ്മളെ പലതരത്തിലും നമ്മളെ പരീക്ഷിക്കും. അത് ഏത് തരത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഇതില് ഉറച്ചു നിൽക്കണം. ഒരു കാരണവശാൽ ഇത് വിട്ടു പോകരുത്. നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്ക് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകും, ചിലർക്ക് വളരെ സ്ലോലി ആയിരിക്കും ഉയർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വിട്ടുപോകരുത്. നമുക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല. നമുക്ക് നേടേണ്ടത് ഭൗതികമായിട്ടല്ല, ആധ്യാത്മികമായിട്ടാണ് നമുക്ക് നേടേണ്ടത് എന്ന് മനസ്സിലാക്കി അതൊരു വലിയ നേട്ടം തന്നെ ആയിരിക്കും എന്ന് കരുതി ഇതില് ഉറച്ചു നിൽക്കുക. ഭഗവാന്റെ സേവനം ചെയ്തും തിരുനാമം ജപിച്ചും നമ്മള് മുന്നോട്ട് പോകാൻ നമ്മള് പരിശ്രമിക്കണം. എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയില് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. ഇത് ഭഗവാൻ പല രീതിയിലും പല ശ്ലോകങ്ങളിൽ കൂടി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. ഇവിടെ യജ്ഞം എന്ന് പറഞ്ഞാല് പലതുണ്ട് ഇല്ലേ? ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്നതാണ് യജ്ഞം എന്ന് പറയുന്നത്. പക്ഷെ ആ യജ്ഞത്തിന്റെയൊക്കെ നേതാവ് ആരാണ്? നായകനാരാണ്? യജ്ഞപുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്, അകാമോവ സർവകാമോവ മോക്ഷകാമോ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന പറഞ്ഞിട്ടൊരു ശ്ലോകം അതില് പറയുന്നുണ്ട്. അതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ധാരാളമുണ്ട് ഇല്ലേ? അതൊക്കെ ഭഗവാൻ തിരസ്കരിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ എന്തും ആഗ്രഹിച്ചോളൂ, പക്ഷെ ആ ആഗ്രഹങ്ങൾക്കൊപ്പം എന്നെയും വേണം, ഭഗവാനെയും വേണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളില് ഉണ്ടാവണം. അപ്പം ഭക്തിയോഗത്തിൽ, അതായത് ഭക്തിയുടെ സേവനത്തിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ, സമ്പർക്കത്തിൽ വരാന്
നമ്മൾ പരിശ്രമിക്കണം. ഭഗവാനുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരണമെങ്കിൽ എങ്ങനെ സാധിക്കുകയുള്ളൂ? ഭക്തിയുടെ സേവനത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം നിലനിർത്തണമെങ്കിൽ സേവനം ചെയ്യണം. സേവനത്തിൽ കൂടി, തിരുനാമ ജപത്തിൽ കൂടിയും പിന്നെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് കൊണ്ട് മാത്രമേ ഭഗവാനുമായിട്ടുള്ള ആ കോണ്ടാക്ട്, സമ്പർക്കം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഭക്തി മാർഗത്തില് നമുക്ക് മുന്നോട്ട് പോകാന് നമുക്ക് സാധിക്കും. ഇനി അടുത്ത ശ്ലോകം. ഇതില് ഇത്രേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ പറയാനായിട്ട്. ഇനി അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേശ്ചരി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രേതാത്മന. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ശ്ലോകമാണ്, ഇല്ലേ? പത്രം പുഷ്പം ഫലം തോയം. ഭഗവാന് എന്തു കൊടുത്താലും മതി. ഭഗവാൻ വലിയ വില കൂടിയ സാധനങ്ങൾ, വസ്തുക്കളൊന്നും ഭഗവാന് വേണമെന്നില്ല. നമ്മളൊരു ഗ്ലാസ്സില് വെള്ളം വെച്ചു കൊടുത്ത്, തുളസിയിലയിട്ട് വെള്ളം വെച്ചു കൊടുത്താലും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഭഗവാൻ എന്താണ് നോക്കുക? എന്തു കൊടുക്കുന്നു എന്നല്ല ഭഗവാൻ നോക്കുക, നമ്മളുടെ ഭാവമാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മള് ദേഷ്യത്തോടെയാണോ അതോ സ്നേഹത്തോടെയാണോ വാത്സല്യത്തോടെയാണോ ഭഗവാൻ എല്ലാം സമർപ്പിക്കുന്നത് എന്നാണ് ഭഗവാൻ നോക്കുന്നത്. ഭാവഗ്രാഹി, നമ്മളുടെ ഭാവമാണ് നോക്കുക. ഭാവഗ്രാഹി ജനാർദ്ദനനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. നമ്മള് സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്തു കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ എന്തുമാകട്ടെ, ഞാനത് സ്വീകരിക്കും. അപ്പം നമുക്ക് നിത്യമായിട്ടുള്ള ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മൾ എവിടെ എത്തണം? ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാന് സാധിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ബുദ്ധിമാനായിട്ട് ഒരാൾ എന്താണ് ചെയ്യുക? കൃഷ്ണാവബോധത്തില് ഉറച്ചു നിൽക്കും. ഉറച്ചു നിൽക്കുകയും അതീന്ദ്രിയമായിട്ടുള്ള ആ ഭക്തിയുടെ സേവനത്തില് ഏർപ്പെട്ട ഭഗവാൻ ആരാധന ചെയ്യും. ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് സുസുഖം കർത്തും അവയവമാണ്. പരിശീലിക്കാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു യോഗ്യതയില്ലാത്തവർക്ക്, ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, സാമ്പത്തിക സ്ഥിതി മെച്ചമാകേണ്ട, ഒന്നും വേണ്ട. നമ്മളുടെ മനസ്സ് മതി. നമ്മുടെ ഉള്ള സമയം മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടായാലും ശരി, ബാക്കിയുള്ള സമയം ഇതിൽ ഏർപ്പെട്ടാലും നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും. അപ്പൊ ഇത് വിശ്വാസം വേണം, അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. വിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും ഭഗവാന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്താലും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഭഗവാൻ അതൊരു മഹത്തായ സേവനമായിട്ട് കരുതി ഭഗവാൻ അത് സ്വീകരിക്കും. അതിന് ഭഗവാൻ പറയുന്നത് എന്താണ്? ഭഗവാന്റെ ശുദ്ധഭക്തനായിരിക്കണം. ഇത് മാത്രമേ ഭഗവാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഭക്തൻ ആരെന്നതിലും ഏത് നിലയിലുള്ളവൻ എന്നതിലും ഇക്കാര്യത്തിൽ പ്രസക്തിയില്ല. ഏത് ജാതിയെന്നോ അല്ലെങ്കിൽ ഇന്ന മതമെന്നോ ഒന്നും ഭഗവാൻ നോക്കുന്നില്ല. എത്രയും അധപതിച്ചവനായാലും ഭഗവാൻ ആ വ്യക്തിയെ സ്വീകരിക്കും. അതിന് ഒരു ഇലയോ പഴമോ അല്പം ജലമോ നിഷ്കപടമായ സ്നേഹത്തോടെ ഭഗവാന് സമർപ്പിക്കുക. ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഇത് നിഷ്പ്രയാസം ആർക്കും ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് കൃഷ്ണാവബോധം ആർജിക്കാനും അങ്ങനെ സച്ചിദാനന്ദാത്മകമായ ജീവിത പരിപൂർണത നേടാനും ആഗ്രഹിക്കാത്ത വിധം മൂഢനായിട്ട് ആരുണ്ടാവും? അത്ര വിഡ്ഢിയായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥത്തില് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണാവബോധത്തിലുള്ള ആ എന്താ പറയുക, പുരോഗതി, അതാണ് ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് ഈ സന്ദേശം തരുന്നത്. എനിക്ക് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഒരു തുളസിയില ഭഗവാന്റെ പാദത്തില് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മാല കെട്ടാനുള്ള പൂ കിട്ടിയില്ലെങ്കിലും ഒരു തുളസിയില പൊട്ടിച്ച് ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിക്കുക. ഭഗവാൻ സംതൃപ്തനാകും. അത് നമ്മൾ ഭക്തിയോടെ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിലെ തുളസിയില ഇട്ടും വെള്ളം വെക്കുക. ഭഗവാൻ സംതൃപ്തനാകും. വേറൊന്നും കൊടുത്തില്ലെങ്കിലും ഭഗവാൻ സന്തുഷ്ടനാകും. അപ്പം നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഭഗവത് പ്രാപ്തി, ഇല്ലേ? അത് ഭഗവാന്റെ ഭക്തനായെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കാന്. തീർച്ചയായിട്ടും അത് ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ ഭക്തനാകണം. മന്മനാഭവ മദ്ഭക്ത മദ്യാജീമാം നമസ്കുരു. ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ ഭക്തനാവൂ, എന്നെ ആരാധിക്കൂ, എന്നെ നമസ്കരിക്കൂ എന്ന് 39:34 ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം
നമ്മൾ ഭഗവാന് വേണ്ടി എന്തൊക്കെ ചെയ്താലും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഭഗവത് പ്രാപ്തി. ഭഗവാനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ഇല്ലേ? നമ്മുടെ ഭഗവാൻ പറയുന്നുണ്ട്, നമുക്കുള്ള എല്ലാ കഴിവുകളും എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിന് ഒരു കഥയുണ്ട്. ശ്രീരാമചന്ദ്രൻ വനവാസത്തിനായിട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനത്തിലെത്തും. അപ്പൊ അവർക്ക് പുഴ കടക്കണം. പുഴ കടന്ന് അക്കരയ്ക്ക് പോകണം. കാരണം ഉൾക്കാട്ടിലേക്ക് പോകണം. ഇല്ലെങ്കിൽ അയോധ്യ എന്ന ആൾക്കാർ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അപ്പം അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രീരാമചന്ദ്രനും സീതാമാതയും ലക്ഷ്മണനും കൂടി ഗംഗാനദിയുണ്ട്, ഗംഗാനദിക്ക് അക്കരെ കടന്ന് ഉൾക്കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അത് തന്നെയല്ല, അവതാര ഉദ്ദേശം സാധിക്കണമെങ്കിലും ഉൾക്കാട്ടിലേക്ക് പോയെങ്കിലേ സാധിക്കുള്ളൂ. കാരണം അവിടെയൊക്കെ ധാരാളം രാക്ഷസന്മാര് ഇവിടെ വസിക്കുന്നുണ്ട്. അവര് മുനിമാർക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെയായിട്ട് അപ്പം പുഴയുടെ തീരത്തെത്തി. അപ്പം പുഴ കടക്കണം. അവിടെ ഒരു കടത്തുകാരനുണ്ട്. അദ്ദേഹം അവരെ പുഴയ്ക്ക് അക്കരെ എത്തിച്ചു. അക്കരെ എത്തിച്ചു കഴിഞ്ഞപ്പോ ശ്രീരാമചന്ദ്രൻ അപ്പൊ എന്തെങ്കിലും കൊടുക്കണ്ടേ? അയാളുടെ ഉപജീവന മാർഗമാണ് ആൾക്കാരെ ഇങ്ങനെ അക്കരെ കടത്തുക എന്നുള്ളത്. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ ഒന്നുമേ ഇല്ല. അപ്പം സീതാദേവിയെ നോക്കി. അപ്പൊ സീതാദേവിയുടെ കഴുത്തിൽ ഒരു നെക്ലേസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം സീതാദേവിക്ക് മനസ്സിലായി ശ്രീരാമചന്ദ്രൻ നോക്കി അപ്പൊ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ സീതാദേവി ഉടൻ തന്നെ അത് അഴിച്ച് ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു. ശ്രീരാമചന്ദ്രൻ അത് കടത്തുകാരന്റെ കയ്യിൽ കൊടുത്തു. അപ്പം കടത്തുകാരൻ അത് വാങ്ങിയില്ല. എന്താണ് പറഞ്ഞത്? വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് ആ കടത്തുകാരന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, എന്റെ ജോലിയാണ് ഇവിടെ വരുന്നവരെ അക്കരെ, പുഴയുടെ തീരത്ത് വന്ന് അക്കരെ കടക്കാൻ വരുന്നവരെ ഞാൻ അക്കരെ എത്തിക്കുന്നത് എന്റെ ജോലിയാണ്. അങ്ങും അത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങ് ഈ ഭവസാഗരത്തിന്റെ അക്കരെ എന്നെ പോലുള്ള പതിതാത്മാക്കളെ അങ്ങ് ഈ ഭവസാഗരത്തിന്റെ അക്കരെ എത്തിക്കുകയാണ് അങ്ങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാന് പുഴയ്ക്ക് അക്കരെ ആൾക്കാരെ എത്തിക്കുന്നു, അങ്ങ് ഭവസാഗരത്തിന്റെ മറുകരെ എത്തിക്കുന്നു അങ്ങ് എല്ലാവരെയും. അതുകൊണ്ട് എന്നെയും കൂടി അങ്ങ് ഈ ഭവസാഗരത്തിന്റെ മറുകരെ എത്തിക്കണം. ഇതാണ് അദ്ദേഹം ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെട്ടത്. നോക്ക്, എത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കടത്തുകാരൻ, ഇല്ലേ? അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ കിട്ടിയ അവസരം ഉപയോഗിച്ചിട്ട് സേവനം ചെയ്തു, അല്ലെ? ശ്രീരാമചന്ദ്രനെയും സീതാമാതാവിനെയും ലക്ഷ്മണനെയും അക്കരെ കടത്തിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതാണ്, എന്നെയും കൂടി ഭവസാഗരത്തിന് അക്കരെ എത്തിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കേണ്ടത്. ഈ ഭൗതിക ലോകത്തിന്റെ ദുഃഖാലയമാകുന്ന ഭൗതിക ലോകത്തിൽ നിന്നും എന്നെ മറുകരെ എത്തിക്കുക. ഇനി ഒരു ജന്മത്തിന് അവിടെ വരുത്താണ്ടിരിക്കണം. അതിനുള്ള അവസരങ്ങൾ എനിക്ക് തരണം. ഭഗവാന് സേവനം ചെയ്യാനുള്ള അവസരം തന്ന എന്നെ, ഈ ആത്മാവിനെ അവിടുന്ന് രക്ഷിക്കണം എന്നാണ് നമ്മൾ ഭഗവാനോട് നിത്യവും അപേക്ഷിക്കേണ്ടത്. അല്ലാതെ നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ളതല്ല. അത് നമുക്ക് തരും ഭഗവാൻ. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് നമുക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആവശ്യപ്പെടേണ്ട, നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇതാണ്, വീണ്ടും ഈ ദുഃഖാലയമാകുന്ന ഭൗതിക ലോകത്തിലേക്ക് ഒരു തിരിച്ചുവരവിന് ഇടയാവരുതെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി ആ ഭഗവാന്റെ പാദങ്ങളെ നമ്മൾ പരിപൂർണമായിട്ടും ആശ്രയിക്കുക. അപ്പം ആ വ്യക്തി പറഞ്ഞത് എന്താണ്? നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അങ്ങ് ഈ ഭവസാഗരത്തിനക്കരെ ആത്മാക്കളെ എത്തിക്കുന്നു, ഞാന് ഈ ഭൗതിക ലോകത്തിലെ ഈ പുഴയുടെ അക്കരെ ഇക്കരെ ആൾക്കാരെ എത്തിക്കുന്നു. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലും ശ്രീല പ്രഭുപാദരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രഭുപാദരോട് ഒരു ഡിസൈപ്പിൾ ചോദിച്ചു. പ്രഭുപാദര് മിക്കപ്പോഴും പറയും ഭക്തപ്രഹ്ലാദനെ, പിന്നെ ധ്രുവനെ, പാണ്ഡവരെയൊക്കെ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് ഭക്തിമാർഗത്തിൽ അവരാണ് ശ്രേഷ്ഠരെന്ന് ഇങ്ങനെ പറയും. അപ്പൊ ആ ഡിസൈപ്പിൾ ചോദിച്ചു പ്രഭുപാദരോട്, അങ്ങ് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ പ്രഹ്ലാദനാണ് ഏറ്റവും ശ്രേഷ്ഠം, ചിലപ്പോൾ പറയും പാണ്ഡവനാണ് ചിലപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ളത്, ചിലപ്പോൾ പറയും മഹാദേവനാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ. ഇതിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് ആ ഡിസൈപ്പിൾ ചോദിച്ചു. അപ്പം പ്രഭുപാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ശ്രേഷ്ഠരാണ്. മഹാദേവൻ ശ്രേഷ്ഠനാണ്, പ്രഹ്ലാദൻ അതിലും ശ്രേഷ്ഠനാണ്. പക്ഷെ പാണ്ഡവര്
ആണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എന്ന് ശ്രീല പ്രഭുപാദരെ പറയുന്നു. അപ്പൊ നമുക്ക് ഏത് വഴിയിലൂടെയും ഭഗവാനെ സ്വീകരിക്കാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. ഇല്ല, ഏത് മാർഗത്തിൽ പോകാം. ദേവീ ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാലും അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഭഗവത് ആരാധനയാണ്, അതിലൂടെയും പോകാം. ഇല്ലേ? പിന്നെ വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന യജ്ഞങ്ങളെ, ദാനങ്ങളെ, മറ്റു ഓസ്ട്രിറ്റികളെ ഇതൊക്കെ ചെയ്ത് നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാക്കാം. പക്ഷെ ഇതിനൊക്കെ സമയമെടുക്കും, ചിലപ്പോൾ ജന്മങ്ങൾ തന്നെ വേണ്ടി വരും. നമുക്ക് അടുത്ത ജന്മം ആരാകുമെന്ന് നമുക്കറിയില്ല, എവിടെയാ ജനിക്കുക അറിയില്ല. ഇതൊന്നും അറിയാത്ത സ്ഥിതിക്ക് ഇതിലൊക്കെ പോയി കഴിയുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ നമുക്ക് കിട്ടിയ അവസരം ഭഗവാന്റെ സേവനത്തിനായിട്ട് നമ്മൾ വിനിയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം കൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാന് സാധിക്കും. ഇവിടെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനവും പിന്നെ ആരായുന്നവർക്ക്, അതുപോലെ തന്നെ ജീവിതത്തിൽ പുരോഗതിയും ആരായുന്നവർക്ക് വിശുദ്ധവുമായിട്ടുള്ള ആഹാരം എന്താണ്? യജ്ഞശിഷ്ടമായത് മാത്രമാണെന്ന് 3-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പ്രസാദം ഭഗവാൻ ഓഫർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? നമ്മൾ 3 നേരവും നമ്മൾ എപ്പോഴൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും അത് ഭഗവാന് ഓഫർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഭക്ഷിക്കാറുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, നമ്മള് നമ്മുടെ പാപം ഇല്ലാതാക്കാന് ഈ ഭഗവാന് പ്രസാദം ഓഫർ ചെയ്തിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മളുടെ ബുദ്ധിയെ, അതായത് സദ്ബുദ്ധിയാക്കാന്, നമ്മളുടെ തലച്ചോറിലുള്ള ഞരമ്പുകളെ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഭഗവാന്റെ പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യാതെ ഭക്ഷിക്കുകയാണെങ്കിലോ അത് പാപം അല്ലെങ്കിൽ വിഷം ഭക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഭൗതികതയിലുള്ളത് എല്ലാത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഭഗവാനാണ്. നമ്മൾ ഭഗവാന്റെ വസ്തുക്കളാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ അത് ഭഗവാന് കൊടുത്തിട്ട് വേണം നമ്മളത് സ്വീകരിക്കാൻ. നമ്മൾ ഒരു പുതിയ വസ്ത്രം വാങ്ങിച്ചു, അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ തൃപ്പാദത്തിൽ വെച്ചിട്ട് നമ്മൾ ധരിക്കുക, അല്ലാണ്ട് കിട്ടിയപടി നമ്മൾ ധരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് പുതിയതായിട്ട് വാങ്ങിയാലും ഭഗവാന്റെ തൃപ്പാദത്തിൽ അത് ഓഫർ ചെയ്തിട്ട് നമ്മളത് ഉപയോഗിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ കൊണ്ടുള്ള ദോഷം നമുക്ക് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അത് നമുക്ക് പാപമായിട്ട് വരും. നമ്മൾ ഉണ്ണുന്ന ഓരോ ഉരുളയും ഭൗതിക പ്രകൃതിയുടെ സങ്കീർണതകളോട് വളരെ അധികം കൂട്ടിച്ചേർക്കുന്നു. അപ്പം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഈ പ്രകൃതിയിലെ സസ്യങ്ങളെ തന്നിരിക്കുന്നത്. നമ്മളെല്ലാം സസ്യഭുക്കുകളാകണം, ഇതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് മാംസഭുക്കുകളല്ല. മാംസം ഭഗവാൻ തന്നിട്ടുള്ളതല്ല, ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും മത്സ്യമാംസങ്ങൾ കഴിക്കണമെന്നത്. വിരുദ്ധമാണ്, നമുക്ക് നിഷിദ്ധമാണ് അത്. നമുക്ക് സസ്യങ്ങളാണ്, പച്ചക്കറികളാണ് നമ്മൾക്ക് മനുഷ്യർക്ക് കഴിക്കേണ്ടത്. മറ്റു ജീവജാലങ്ങൾക്ക് അതാണ്, അവർക്ക് അതല്ലാണ്ട് പറ്റില്ല, അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും ഒന്നും സാധിക്കില്ല. അപ്പൊ മാംസഭുക്കുകൾ എന്ന് പറയുന്നത് മറ്റു ജീവജാലങ്ങളാണ്, മനുഷ്യർക്ക് സസ്യഭുക്കുകളാകണം. അതിനാണ് ഭഗവാൻ ഈ പ്രകൃതിയില് വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മള് ലളിതമായിട്ടുള്ള സസ്യാഹാരങ്ങൾ ഉണ്ടാക്കി ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ മുന്നിൽ വെച്ച് നിവേദിക്കുകയും നമസ്കരിക്കുകയും നമ്മള് വിനയത്തോടെ ഭഗവാനോട് അത് സ്വീകരിക്കാൻ നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യണം. അല്ലാതെ കൊണ്ട് മുന്നിൽ വെച്ചിട്ട് തിരിച്ചു പോരുകയല്ല ചെയ്യേണ്ടത്. നമ്മള് പ്രസാദ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവിടെ നിന്ന് ഭഗവാനെ, നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതിരി നമ്മൾ അവിടെ നിന്ന് ഭഗവാനെ നമ്മൾ ഊട്ടണം. സ്നേഹത്തോടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മധുരമായിട്ട് ഭഗവാനോട് സംസാരിക്കുക. ഇല്ലെങ്കിലോ, അതിനും നമുക്ക് കഴിവില്ല എങ്കില് ഭഗവത്ഗീത എടുത്തു വെച്ചിട്ട് അതിലെ ഒരു ശ്ലോകം ചൊല്ലുക, അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കുക. അപ്പോഴേക്കും സമയം ഒരു 10 മിനിറ്റ് ഏകദേശമാകും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ നിവേദ്യം എടുക്കുക. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, 10 മിനിറ്റ് അവിടെ ഇരുന്ന് ഒരു മാല ജപിക്കുക. എന്നിട്ട് അപ്പോഴേക്കും അത് പ്രസാദമായിട്ടുണ്ട്, അത് എടുക്കുക. ഭഗവാന്റെ അനുമതി ചോദിച്ചിട്ട് വേണം അത് എടുക്കാൻ, അല്ലാണ്ട് നമ്മൾ ഓടിച്ചെന്ന് അത് എടുക്കാൻ പാടില്ല. ഭഗവാനോട് അനുമതി ചോദിച്ചിട്ട് വേണം അത് എടുക്കാൻ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും, ശരീരം വിശുദ്ധമാവും, ചിന്താ വൈഭവത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന മട്ടിൽ നമ്മുടെ മസ്തിഷ്ക സ്ഥിരകൾ സൂക്ഷ്മതരങ്ങളായി തീരും. അതിലുമുപരി ഈ നിവേദ്യാർപ്പണം എന്ന് പറയുന്നത് പ്രേമഭാവത്തോടെ ആയിരിക്കണം. നമ്മൾ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്ന മാതിരി വേണം നമ്മൾ ഭഗവാന്
ഭോഗ് അർപ്പിക്കാനായിട്ട്. അപ്പൊ സർവൈശ്വര്യ ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാന് നമുക്കറിയാം അവിടെ ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവയമാന കോടിക്കണക്കിന് ലക്ഷ്മിമാരാണ് ഭഗവാൻ അവിടെ സേവനം ചെയ്യാനുള്ളത്. ഭഗവാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് മുൻപേ ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്തോ ഭഗവാന്റെ മുന്നിലെത്തും. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് നമ്മളുടെ ഈ ഭക്ഷണം സ്വീകരിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കാൻ വരുന്നത്? ഈ നമ്മളെ പോലുള്ള പതിതാത്മാക്കളോടുള്ള ദയ കൊണ്ടാണ്. എങ്ങനെയെങ്കിലും ഈ ആത്മാവ് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ഭഗവാന്റെ കരുണ കൊണ്ടാണ്, ആ മേഴ്സി കൊണ്ടാണ് ഭഗവാൻ ഇത് സ്വീകരിക്കുന്നത്. അപ്പം പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ പ്രസാദം വെച്ചിട്ട് അത് ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അപ്പം അത് ഭഗവാൻ കഴിക്കുന്നുണ്ടോ? നമ്മൾ കൈകൊണ്ടാണ് എന്ത് സാധനവും വായിലേക്ക് ഇടുക, ഇല്ലേ? പക്ഷെ ഭഗവാൻ അത് വേണ്ട. ഭഗവാൻ എന്താണ്? ഭഗവാന്റെ എല്ലാ അവയവങ്ങളും കൊണ്ട് ഭഗവാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി. ഭഗവാന്റെ എല്ലാ അംഗങ്ങളും ഭഗവാന് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ കൊണ്ടുവെക്കുന്ന ഭക്ഷണത്തിലെ ഭഗവാന്റെ നോട്ടം കിട്ടിയാൽ മതി, ഭഗവാൻ അത് സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതിനുള്ള കഴിവ് ഭഗവാനുണ്ട്. അല്ലാണ്ട് നമ്മളെ പോലെ കൈ കൊണ്ടെടുത്ത് വായിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ആ ദൃഷ്ടി മതി, അതിൽ പതിഞ്ഞാൽ അത് ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ചൊരു കഥയുണ്ട്, ധാരാളം കഥകളുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കഥകൾ അതില് പറയുന്നുണ്ട്. ഇതില് പറയുന്നുണ്ട്, നമ്മൾ ഭക്തിയോടെ കൊടുത്തു കഴിഞ്ഞാല് ഭഗവാൻ എന്തു സ്വീകരിക്കും. ചൈതന്യ ചരിതാമൃതത്തില് നൃസിംഹാനന്ദ ബ്രഹ്മചാരിയെ കുറിച്ച് പറയുന്നുണ്ട്. നൃസിംഹാനന്ദ ബ്രഹ്മചാരിയുടെ വീട്ടില് ജഗന്നാഥ് ബലദേവ സുബ്രഹ്മണ്യയുടെ ഡേറ്റി ഉണ്ട്, നരസിംഹമൂർത്തിയുടെ ഡേറ്റി ഉണ്ട്, ഗൗർനിതായുടെ ഡേറ്റി ഉണ്ട്. ദിവസവും 3 നേരവും ഈ നൃസിംഹാനന്ദ ബ്രഹ്മചാരി അവർക്കെല്ലാം ഓഫർ ചെയ്യും, എല്ലാവർക്കും കൊടുക്കും ഭക്ഷണം. അപ്പം ഒരു ദിവസം മഹാപ്രഭു എന്ത് ചെയ്തു? മഹാപ്രഭു നൃസിംഹാനന്ദ ബ്രഹ്മചാരി വെച്ചിട്ട് പോയി വേറെ എന്തിനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ മഹാപ്രഭു എന്ത് ചെയ്തു? മഹാപ്രഭു പ്രത്യക്ഷപ്പെട്ടിട്ട് മഹാപ്രഭുവിന്റെയും മറ്റുള്ളവരുടെ എല്ലാം നരസിംഹമൂർത്തിയുടെ മുൻപിൽ വെച്ച ആ ഭോഗം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് നൃസിംഹാനന്ദ ബ്രഹ്മചാരി വരുന്നത്. അപ്പം ചോദിച്ചു, അങ്ങ് ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഇത് ഞാൻ അവർക്ക് കൊടുത്തതല്ല, അവരെല്ലാം പട്ടിണിയായി പോവില്ലേ ഭഗവാനെ എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണത്. അതുപോലെ തന്നെ രഘുനന്ദനാചാര്യർ കുട്ടിയായിരുന്നപ്പോൾ രഘുനന്ദനാചാര്യരുടെ പിതാവാണ് പതിവായിട്ട് ഭോഗ് അർപ്പിച്ചിരുന്നത്. അപ്പൊ എന്തോ ആവശ്യത്തിനായിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. അപ്പം രഘുനന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മടങ്ങി വരുന്നത് വരെ നീ ഭഗവാന് ഭോഗ് സമർപ്പിക്കണം. അപ്പം അറിയാമല്ലോ മന്ത്രമൊക്കെ ചൊല്ലേണ്ടത്. അപ്പൊ എനിക്കറിയാം 3 നേരം മുടങ്ങാതെ ഭോഗ് സമർപ്പിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം പുറത്തെന്തോ ആവശ്യത്തിനായിട്ട് പോയി. അപ്പം ഈ കുട്ടിയല്ലേ ഒന്ന് കൊണ്ടുവച്ചിട്ട് പറയും, ഇത് കഴിക്കൂ ഭഗവാനെ, കഴിക്കൂ എന്ന്. പക്ഷെ ആ കുട്ടിക്ക് അറിയില്ലല്ലോ ഭഗവാന്റെ നോട്ടം കൊണ്ട് ഭഗവാൻ ഇത് സ്വീകരിക്കുമെന്ന്. അപ്പൊ കുറെ പ്രാവശ്യം നിർബന്ധിച്ചിട്ട് ഭഗവാൻ ഇത് കഴിക്കാനായിട്ട് വരുന്നില്ല. അപ്പൊ പറഞ്ഞു, അച്ഛൻ വരുമ്പോ എന്നെ വഴക്ക് പറയും, ഇത് കഴിച്ചില്ലെങ്കിൽ ഭഗവാൻ ഇത് കഴിക്കൂ. കുട്ടിയാണ്, നിഷ്കളങ്കനാണ്. അപ്പൊ എന്നെ കുറെ നിർബന്ധിച്ചപ്പോൾ ഭഗവാൻ അത് കൈനീട്ടി, ഭഗവാൻ അത് സ്വീകരിച്ചു. അപ്പൊ രഘുനന്ദന് വളരെയധികം സന്തോഷമായി, കഴിച്ചല്ലോ. അപ്പൊ ഇങ്ങനെ പതിവ് തുടർന്നുകൊണ്ടേയിരുന്നു. രഘുനന്ദൻ ഭോഗ് കൊണ്ടുവെക്കും, ഭഗവാൻ അത് കഴിക്കും. അപ്പൊ അങ്ങനെ അച്ഛൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോ ചോദിച്ചു രഘുനന്ദനോട്, നീ ഭഗവാൻ 3 നേരവും പ്രസാദം ഓഫർ ചെയ്യുന്നുണ്ട്, അപ്പൊ ഉണ്ടേ അച്ഛാ ഭഗവാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ എവിടെ പ്രസാദം എനിക്ക് തരൂ എന്ന് പറഞ്ഞപ്പോ, അതെങ്ങനെ ഞാൻ തരുന്നു, അതെല്ലാം ഭഗവാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം ആ പിതാവ് എന്താ വിചാരിച്ചത്, ഈ കുട്ടി കള്ളം പറയുകയാണ് എന്ന് കുട്ടിയോട് ചോദിച്ചു, കള്ളമാണോ പറയുന്നത്? അല്ല. അപ്പൊ കള്ളമാണ് പറയുന്നതെന്നാണ് ഇവരൊക്കെ ധരിച്ചത്. പക്ഷെ ഇപ്പൊ ഇത് പരീക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തു? ആ പിതാവ് പറഞ്ഞു, ഇന്ന് നീയാണ്, ഞാനുണ്ട്, പക്ഷെ നീ തന്നെ ഭഗവാനെ ഓഫർ ചെയ്യണം എന്ന് പറഞ്ഞ് ആ രഘുനന്ദനെ കൊണ്ട് ഭഗവാൻ അത് ഓഫർ ചെയ്യിപ്പിച്ചു. പതിവ് പോലെ ഭഗവാൻ എന്ത് ചെയ്തു? രഘുനന്ദൻ പറഞ്ഞു, വരൂ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കൈനീട്ടി രഘുനന്ദൻ കൊടുത്ത പ്രസാദങ്ങളെല്ലാം ഭക്ഷിച്ചു. ഈ സമയം പിതാവ് മറഞ്ഞു നിന്നത് കാണുകയായിരുന്നു. അപ്പം ഇത് കണ്ടുകൊണ്ട് പിതാവ് ഒളിച്ചിരുന്ന് പിതാവ് പുറത്തു വന്നപ്പം ഭഗവാൻ ഇങ്ങനെ ലഡുവാണ് കൊടുത്തിരുന്നത്. ആ ലഡു പകുതി കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽപ്പായി. അതാണ് ലഡു ഗോപാലൻ. നമ്മളെല്ലാവരും വീട്ടില് മിക്ക ആൾക്കാരും ലഡു ഗോപാലനെ വെക്കാറുണ്ട് വീട്ടില്.
അപ്പം ലഡ്ഡുഗോപാലിന്റെ ആ രൂപം അങ്ങനെ വന്നതാണെന്ന് പറയുന്നുണ്ട്. ഈ കഥ ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് ആ ഗ്രന്ഥത്തിൽ നമുക്ക് പല കഥകളും നമുക്ക് വായിക്കാന് സാധിക്കും. അപ്പം ആ കുട്ടിക്ക് എന്തുണ്ടായിരുന്നു? ഭഗവാനോട് വിശ്വാസം ഉണ്ടായിരുന്നു. ഭഗവാൻ ഇത് കഴിക്കും എന്നുള്ള സ്വീകരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം. അപ്പൊ അത് ഭഗവാൻ സത്യമാണെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇവിടെ പ്രേതാത്മന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ അവബോധം ശുദ്ധമാവണം. ശുദ്ധമായ അവബോധത്തോടെയാണെങ്കിലേ ഭഗവാൻ എന്തും സ്വീകരിക്കും. എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കുക. അത് വില കൂടിയ വസ്തുക്കളൊന്നും വേണമെന്നില്ല. അങ്ങനെ കൊടുക്കുന്നത് ആരാണ്? ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരാണ് വലിയ വിലപിടിപ്പുള്ള പദാർത്ഥങ്ങളൊക്കെ ഭഗവാന് കാഴ്ചവെക്കുന്നത്. ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശുദ്ധ ഭക്തർക്കറിയാം ഭഗവാന് ഭക്തി മതി. ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. ഇനി അതല്ല എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ പൂക്കള് ഇല്ലേ, തുളസിമാല കെട്ടി ഭഗവാന് ചാർത്തുക, ഒന്നുമില്ലെങ്കിൽ അവലെ മലര് നിവേദിക്കുക, ഇതൊക്കെ കൊണ്ട് ഭഗവാൻ തൃപ്തനാകുമെന്ന് ശുദ്ധ ഭക്തർക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എത്ര ചെറിയ വസ്തു കൊടുത്താലും ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ ഭക്തനാണത് ഭക്തിപൂർവമാണ് എനിക്ക് തരുന്നതെങ്കിൽ ഞാനത് സ്വീകരിച്ചിരിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അഭക്തനാണ് വലിയ വലിയ വസ്തുക്കൾ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നത്. കാരണം അവർക്ക് ഭക്തിയില്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ട് കാഴ്ചവെക്കുന്നത്? അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം, ഭഗവാൻ കൗരവ സഭയിലെ ദൂത് പോയി ഇല്ലേ? ദൂത് പോയ സമയത്ത് ദുര്യോധനൻ എന്ത് ചെയ്തു? ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കി വെച്ചിരുന്നു. പക്ഷെ ഭഗവാൻ അതിലൊന്നും ആകൃഷ്ടരായില്ല. വലിയ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യകള് ഒരുക്കി വെച്ചിരുന്നു. പക്ഷെ ഭഗവാൻ അത് സ്വീകരിച്ചതേയില്ല. ഭഗവാൻ എവിടേക്കാണ് വന്നത്? വിതുരരുടെ ഭവനത്തിലാണ് വന്നത്. കാരണം എന്താ? വിതുരര് മഹാഭക്തനായിരുന്നു. അവരൊരു ഓലക്കുടിലാണ് താമസിച്ചിരുന്നത്. കുടിലെന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ജീർണിച്ച അവസ്ഥയുള്ള ആ ഒരു വീട്ടിലാണ് വിതുരരും പത്നിയും കഴിഞ്ഞിരുന്നത്. അവിടേക്കാണ് ഭഗവാൻ വന്നത്. ആ സമയത്ത് വിതുരരുടെ പത്നി കുളിക്കുകയായിരുന്നു. അപ്പൊ ഭഗവാൻ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോ അവർക്ക് മനസ്സിലായി ഭഗവാനാണ് വന്നിരിക്കുന്നത്. അതേപടിയാണ് ഇറങ്ങി വന്നത്. വസ്ത്രം കൂടി മാറണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായില്ല. അവരതേപടി ഭഗവാന്റെ മുന്നില് വരികയാണ് ചെയ്തത്. എന്നിട്ട് ഭഗവാൻ ഓഫർ ചെയ്തത് എന്താണ്? പഴം വെച്ചിരുന്നു. ആ പഴത്തിന് പകരം പഴത്തൊലിയാണ് ഭഗവാന്റെ വായിലേക്ക് ഇട്ടുകൊടുത്തത്. അപ്പൊ അത്ര ഭക്തിയോടെയാണ്. അവർ അറിഞ്ഞില്ല, ഞാൻ പഴമല്ല കൊടുക്കുന്നത്, തൊലിയാണ് ഭഗവാന്റെ വായിൽ വെച്ചു കൊടുക്കുന്നതെന്ന് വിതുരാണിക്ക് മനസ്സിലായില്ല. ഭഗവാനെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ മതിമറന്ന് ഇരുന്നു കൊണ്ടാണ് ഭഗവാന്റെ വായിലേക്ക് ഈ പഴത്തൊലി വെച്ചു കൊടുത്തത്. ഇത് കണ്ടുകൊണ്ടാണ് വിതുരര് പുറത്തു പോയിരിക്കുകയായിരുന്നു, പുറത്തു നിന്ന് വന്നത്. അപ്പൊ വിതുരർക്ക് സങ്കടം വന്നു. നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒച്ച വെച്ച് ചോദിച്ചപ്പോഴാണ് അവർക്ക് പരിസരബോധം ഉണ്ടായത്. പെട്ടെന്ന് ഭഗവാൻ തടഞ്ഞുകൊണ്ട് പറയും, എനിക്കിത് മതി, പഴത്തൊലി മതി എനിക്ക്. അതിനാണ് അമ്മ തരുന്ന ആ പഴത്തൊലിക്കാണ് മധുരം കൂടുതൽ, പഴത്തിനല്ല മധുരം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ആ ഭാവം, വിതുരന്റെ ആ ഭക്തിപൂർവമായിട്ടുള്ള ഭാവമാണ് ഭഗവാൻ നോക്കിയത്. അപ്പം അതുകൊണ്ടാണ് ഭഗവാനെ പറയുന്നത് ഭാവഗ്രാഹി ജനാർദ്ദനൻ എന്ന്. അപ്പൊ നമുക്ക് ഭക്തിയോടെ സ്നേഹത്തോടെ വേണം നമ്മള് ഭഗവാന് നമ്മൾ എന്ത് ചെയ്താലും, എന്ത് സേവനം ചെയ്താലും നമ്മൾ ഈ ഭാവത്തോടെ ഭഗവാനെ സേവിക്കുക. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ ഭഗവാനെ നമുക്ക് ലഭിക്കാന് ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പം ഭക്തിരസാമൃത സിന്ധുവിന്റെ ഒരു ശ്ലോകമുണ്ട്, അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃത ആനുകൂല്യേന കൃഷ്ണാനുശീലന ഭക്തിരുത്തമം. നമ്മളൊക്കെ ഓരോ കണ്ടീഷൻ വെച്ചിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് അല്ലെ? അന്യാഭിലാഷിത ശൂന്യം, ഒരു അഭിലാഷങ്ങളും ഇല്ലാതെ, ഒരാഗ്രഹങ്ങളും ഇല്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ വേണം ഭഗവാനെ സേവിക്കാൻ. സർവോപാധി വിനിർമുക്തം, ഒരു ഉപാധികളും ഇല്ല, ഒരു കണ്ടീഷനും പാടില്ല. അതാണ് അഹേതുക അപ്രതിഹത പറയുന്നത്. ഒരു കാരണവും ഇല്ലാതെ ഭഗവാനെ സേവിക്കുക, അതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തിയാണ് ശരിയായിട്ടുള്ള ഭക്തി. അല്ലാണ്ട് നമ്മൾ കുറെ ഡിമാൻഡ് വെച്ചിട്ട് തിരുനാമം ജപിക്കുകയും ഭഗവാനെ സേവനം ചെയ്യുമ്പോൾ ആ സേവനത്തിന് നമുക്ക് ഫലം കിട്ടില്ല. നമ്മളെ ഉള്ളിൽ ഭഗവാനെ വേണം, ഭഗവാന്റെ ധാമത്തിൽ പോയി ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വേണം നമ്മൾ ഭഗവാനെ സേവനം ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള ഭക്തി, അതാണ് അനന്യ ഭക്തി എന്ന് പറയുന്നത്. ആ അനന്യ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ സന്തുഷ്ടനാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം ഈ ശ്ലോകങ്ങളിലെല്ലാം തന്നെ ശുദ്ധഭക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 2-3 ശ്ലോകങ്ങൾ പറഞ്ഞു. ഇതിലെല്ലാം ശുദ്ധഭക്തിയാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
അപ്പൊ നമ്മള് ഭോഗം തയ്യാറാക്കുന്ന സമയത്തും നമ്മളുടെ അവബോധം ശുദ്ധമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മള് കീർത്തനങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം തിരുനാമം ജപിക്കുക, അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദരുടെ ലെക്ചർ കേൾക്കുക. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അവബോധം ശുദ്ധമായിരിക്കും. നമ്മളുടെ ശ്രദ്ധ പരിപൂർണമായിട്ടും അതില് പെടുത്താന് നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ആ പ്രസാദത്തിന് രുചി കൂടും. ഇല്ലെങ്കിലോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് രുചി ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പരിശുദ്ധമായിരിക്കും. അപ്പോൾ അതില് രുചിയും കൂടും. അപ്പൊ നമ്മൾ ഭഗവാന് വേണ്ടി എന്ത് ചെയ്താലും അത് ഭഗവത് പ്രേമത്തോടെ ചെയ്യണം, കൃഷ്ണ പ്രേമത്തോടെ ചെയ്യണമെന്ന് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഭഗവാൻ ഇന്ദ്രിയങ്ങളില്ല, ഇല്ലേ? ഭഗവാൻ ഇന്ദ്രിയങ്ങളുണ്ട്, അത് അതീന്ദ്രിയമാണ്. അതാണ് ഭഗവാന്റെ ഓരോ ഇന്ദ്രിയത്തിനും മറ്റുള്ളവയുടെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ കൈകൊണ്ട് നമ്മൾ ജോലി ചെയ്യും, ഇല്ലേ? ഭക്ഷണം കഴിക്കും. പക്ഷെ ഭഗവാനെ എല്ലാ അവയവങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാനേ ഭഗവാന് സാധിക്കും. ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ ഭഗവാനെ എങ്ങനെ സർവ ഐശ്വര്യ പൂർണ്ണനെന്ന് കരുതാനാവും? നമ്മള് ഒന്ന് ഓർമ്മിക്കണം, ഇപ്പം ഭാഗവതം വായിക്കുമ്പോഴും ഭഗവത്ഗീത വായിക്കുമ്പോഴും ഒക്കെ ഭഗവാനെ സംബോധന ചെയ്യാന് അദ്ദേഹം എന്ന് ഉപയോഗിച്ച് കാണാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാനെ അദ്ദേഹം എന്ന് സംബോധന ചെയ്യില്ല. അങ്ങനെയുള്ള വാക്ക് കണ്ടാലും നിങ്ങളത് തിരുത്തുക. നമ്മൾ ഭഗവാനെ അവിടുന്ന് അല്ലെങ്കിൽ അങ്ങ് എന്ന് നമ്മൾ സംബോധന ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇവിടെ ഭഗവാൻ സർവൈശ്വര്യ പൂർണ്ണനാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമാണ്, അതുകൊണ്ടാണ് അതീന്ദ്രിയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഭഗവാന് പറയുന്നുണ്ട്, ഭഗവാന് ജീവാത്മാക്കളെ ഉണ്ടാക്കുന്ന, ഭൗതിക പ്രകൃതിയിലെ ജീവാത്മാക്കളെ ഉളവാക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ഭഗവാന്റെ ഒരു നോട്ടം, മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം, ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ടാണ് ഈ സൃഷ്ടി നടക്കുന്നത്, ഇല്ലേ? ഭൗതിക പ്രകൃതിയെ വീക്ഷിക്കുന്നത് കൊണ്ട് മാത്രം സൃഷ്ടി നടക്കുന്നു. അപ്പൊ ഭഗവാന്റെ എല്ലാ അവയവങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് സൃഷ്ടി നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള കഴിവ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പൊ ഭഗവാന് നമ്മൾ നിവേദ്യം അർപ്പിച്ചാലും ഭഗവാൻ നമ്മളെ പോലെ കൈകൊണ്ട് കഴിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ആ നോട്ടം കൊണ്ട് ഭഗവാൻ ആ ഭക്ഷണം സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ഇത്തരുണത്തിൽ നിവേദ്യാർപ്പണ വേളയിൽ ഭക്തൻ ഉച്ചരിക്കുന്ന പ്രേമവാക്കുകൾക്കും കൃഷ്ണന്റെ ആസ്വാദനത്തിനും താതാത്മ്യം ഉണ്ടാകുന്നു. നിവേദകന്റെ പ്രേമവാക്കുകളുടെ ശ്രവണം തന്നെ ഭഗവാന്റെ ആസ്വാദനമാണ്. ഭഗവാന്റെ നിരപേക്ഷ അവസ്ഥ കൊണ്ട് ശ്രവണം, ഭോജനം, ആസ്വാദനം എന്നിവ വ്യത്യസ്തങ്ങളല്ലെന്ന് ഇവിടെ ഊന്നി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മള് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്ന മാതിരി നമ്മൾ ഭഗവാനെ ഭക്ഷണം കഴിപ്പിക്കണം. അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ശ്ലോകം ചൊല്ലി അതിന്റെ ഭാവാർത്ഥ വിവർത്തനം പറയുക, ഒന്നുമല്ലെങ്കിൽ തിരുനാമം ജപിക്കുക, അത്രയും സമയം. അത് കഴിഞ്ഞിട്ട് വേണം ആ ഭോഗം നമ്മൾ എടുക്കാൻ. അപ്പം തന്നെ പറ്റി കൃഷ്ണൻ സ്വയം വിവരിക്കുന്നതിന് വ്യാഖ്യാനം ഒന്നും കൂടാതെ സ്വീകരിക്കുന്ന ഭക്തന് മാത്രമേ നിരപേക്ഷ സത്യത്തിനെ ഭക്ഷിക്കാനും ആസ്വദിക്കാനും സാധിക്കുമെന്ന് മനസ്സിലാവുകയുള്ളൂ. ശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാൻ നമ്മളുടെ ഭക്ഷണം സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാന് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇതെന്തിനാ ഇങ്ങനെ ഒരു പ്രതിമയുടെ മുന്നിൽ കൊണ്ട് ഭക്ഷണം വെക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോയുടെ മുന്നിൽ എന്തിനാ കൊണ്ട് ഭക്ഷണം വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. അവർക്ക് ഭഗവാനിൽ വിശ്വാസമില്ല, ഭഗവാനെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല. അവരുടെ ഇന്ദ്രിയങ്ങള് പരിമിതമായത് കൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. അല്ലാത്തവർക്ക് ഭഗവാന്റെ ഈ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നിവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, ഇതിനകത്തെ ഈ ദർശ പൗർണമി മാസി എന്ന് പറയുന്ന എന്തോ അനുഷ്ഠാനം അത്? എവിടെ, ഏത് ശ്ലോകത്തിലാണ്? 25-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട് മാതാജി. ദശ പൗർണമാസി. കണ്ടു. അത് വേദകർമ്മങ്ങളാണ്.
വേദങ്ങളിൽ പറഞ്ഞിട്ടിരിക്കുന്ന യജ്ഞങ്ങള് ഒക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്, ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യനിലോ ചന്ദ്രനിലോ മറ്റ് ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി വേദോക്ത വിധികൾക്കനുസൃതമായിട്ട് ദർശ പൗർണമാസി തുടങ്ങിയ ക്രിയാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് അവരുടെ അഭീഷ്ടം നിറവേറ്റാം. അപ്പം വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ ഇതുപോലുള്ള ധാരാളം പ്രവൃത്തികളുണ്ട്. നമ്മൾ അഗ്നിഷ്ഠോമ യജ്ഞത്തെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ വേദങ്ങളിൽ പറയുന്നതാണ്. ഇതും അതെ, ഇതും വേദങ്ങളിൽ പറയുന്ന ഒരു പ്രവൃത്തിയാണത്, ഒരു കർമ്മമാണ്. അത് ചെയ്തു കഴിഞ്ഞാല് സൂര്യന്റെ ലോകത്തിലെ ചന്ദ്രന്റെ ലോകത്തിലൊക്കെ പോകാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കണ്ട പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം പറഞ്ഞില്ല, അത് ഏത് അധ്യായത്തിലാണ്? ഒരു ശ്ലോകം പറഞ്ഞല്ലോ മാതാജി, ക്ലിയർ ആവുന്ന അന്യാഭിലാഷിത ശൂന്യം. അതാണോ അന്യാഭിലാഷിത? അതെ അതെ, അത് ഭാഗവതത്തില് ഏത് ഇല്ലാത്താണ്? ഭാഗവതമല്ലാതെ, അത് ഭാഗവതമല്ല, ഭക്തിരസാമൃത സ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിലാണ്. ഹരേ കൃഷ്ണ. മാതാജി, അതേപോലെ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ സമയമായില്ല പിന്നെ ആകട്ടെ എന്ന് പറയുന്നവരോട് പറയാൻ ഒരു മറുപടി പറഞ്ഞു തരൂ മാതാജി. സമയമായില്ല സമയമാവട്ടെ എന്ന് പറയുന്നവരോട് മരണത്തെ കുറിച്ച് പറയുക. മരണത്തിന് സമയമുണ്ടോ? പറഞ്ഞിട്ടാണോ വരുന്നത്? ഞാൻ ഇന്ന ദിവസം വരും, നിങ്ങൾ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല, ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ് മരണം. അതാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. എപ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കാന്ന് അറിയില്ല. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്ന് വെച്ചിട്ട് നമ്മളെ കിടക്കയിൽ ഇങ്ങനെ മരിക്കാൻ തയ്യാറായിട്ട് കിടക്കുക എന്നല്ല അർത്ഥം. നമ്മളുടെ പ്രവൃത്തികൾ അതുപോലെ ആവണം. നമ്മൾ എന്തും ചെയ്തോട്ടെ, നമുക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ജോലി ചെയ്യാൻ, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാം, ഭർത്താവിന്റെയും ഭാര്യയുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കാം. ഇതൊന്നും വിട്ട് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഭക്തിയും അതിനോടൊപ്പം തന്നെ പാരലലായിട്ട് കൊണ്ടുപോവുക. ആധ്യാത്മികവും ഭൗതികതയും പാരലലായിട്ട് കൊണ്ടുപോകണമെന്ന് പറയണം. ഇല്ലെങ്കില് നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുക്കുക, അത് വിശദീകരിച്ചു കൊടുക്കുക. ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഇതത്ര ബാലികാറമലയല്ല ഇതൊന്നും. ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അത് 24 മണിക്കൂറുണ്ട്. അതില് 1 മണിക്കൂർ, ഒന്നുമില്ലെങ്കിൽ 30 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും ഭഗവാനായിട്ട് നീക്കി വെക്കാൻ പറയുക. ബാക്കി സമയം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതേ ഭഗവാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് കുറെ സമയം എനിക്ക് വേണ്ടി നീക്കി വെക്കൂ എന്ന് ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല. നമ്മളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായാലും കുറച്ച് സമയം ഭഗവാന് വേണ്ടി നീക്കി വെക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ മത്സ്യം കഴിക്കരുത്, ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുത് എന്ന് നമ്മൾ എടുത്തപടിയെ അവരോട് പറയാൻ പാടില്ല. അവരോട് തിരുനാമത്തിന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുക, ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ മാഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ സത്സംഗത്തിലേക്ക് ക്ഷണിക്കുക. സത്സംഗത്തിൽ വന്നു കഴിയുമ്പോൾ ക്രമേണ നമ്മളുടെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് പറയുക. അത് നാമം ജപിച്ചു തുടങ്ങി കുറച്ചു നാൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചായ കാപ്പി ഇതെല്ലാം നമ്മൾ വിടും. നമുക്കതൊന്നും കഴിക്കാൻ തോന്നിക്കില്ല. ഉള്ളി വെളുത്തുള്ളി ഇതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അത് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു അറപ്പ് വരും. ആ നാമജപത്തിൽ കൂടി നമുക്ക് ആ കഴിവ് കിട്ടും. പക്ഷേ എങ്കിലും സത്സംഗത്തിൽ വന്ന് കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളുടെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ അവരതിൽ തന്നെ ഉറച്ചു നിൽക്കും. അല്ലാണ്ട് കാണുമ്പോഴേ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ്, ഉള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ ആദ്യം എടുത്തിടാൻ പാടില്ല. തിരുനാമത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ ഈ ഭൗതിക ലോകം ഇത് ദുഃഖാലയമാണ്, ഇവിടെ ഇതൊന്നും സ്ഥിരമല്ല, ഇതൊക്കെ താൽക്കാലികമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ സത്സംഗത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ പതുക്കെ അതിലിരുന്നവര് കാര്യങ്ങളെ ശരിയായ രീതിയിൽ അവര് മനസ്സിലാക്കിയെടുക്കും. ഭക്തന്മാരോടുള്ള സംഘം, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ശുദ്ധരാകും. പിന്നെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ ഇതൊക്കെ ധാരാളമാണ്. പിന്നെ പതുക്കെ അവരെ സേവനത്തിൽ ഏർപ്പെടുത്തുക. ഹരേ കൃഷ്ണ. മാതാജി ആദ്യം പറഞ്ഞ ശ്ലോകം ഒന്നുകൂടെ പറയൂ. ബംഗാളിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഹരേ കൃഷ്ണ. അതെ, അതും ചൈതന്യ ചരിതാമൃതത്തിലുണ്ട്. രാധേ കൃഷ്ണ മാരേക്ക്, മാരേ കൃഷ്ണ രാധേക്ക്. ഭഗവാൻ ഒരാളെ
വധിക്കണമെന്ന് വിചാരിച്ചാൽ അവരെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ഭഗവാൻ ഒരാളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ അവരെ കൊല്ലാനും ആർക്കും സാധിക്കില്ല. ആദ്യം രാധേ കൃഷ്ണ മാരേഹി മാരേക്ക് മാരേ കൃഷ്ണ രാഖേക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. മാതാജിയോടുള്ള ആദരപൂർവ്വം നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.